ചർച്ചകൾ വർദ്ധിപ്പിക്കില്ല, ഈ അനാവശ്യമായ സമരങ്ങളാണ് നടക്കുന്നത്, മലപ്പുറത്ത് അത്ര വലിയ പ്രതിസന്ധിയില്ല എന്നുള്ളത്. അത് പിന്നെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരുമില്ല. കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്. എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റുമോ? അത് ശരിയല്ല. വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല, വൻ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് +2 ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല, ശരിയല്ല. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടിവരും. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിന് സീറ്റുകൾ ഗവൺമെന്റ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും. ഇതൊക്കെ പറയുമ്പോഴും അത് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. കാരണം അധിക ബാച്ചുകൾ കൊടുത്തേ പറ്റുള്ളൂ. അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത്. അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ? അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം. കാമ്പുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയക്ക് ഇവിടെ പരിശോധിക്കാമല്ലോ. എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ. ആർക്കാ ഇതിൽ സംശയം? ആർക്കും ഒരു സംശയം ആ കാര്യത്തിലില്ല. അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ്. കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട്, ഇവിടെ സീറ്റുണ്ട്, പിന്നെ പാരലൽ കോളേജിലുണ്ട്, അൺഎയ്ഡഡിലുണ്ട്, IT-യിലുണ്ട്. ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത്? അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കെ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയുന്നത് ന്യായമാണോ? സീറ്റില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ, മലബാറിൽ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട്. പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ. പക്ഷെ പഠിക്കാൻ സീറ്റില്ലാതെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഈ നിസ്സംഗ ഭാവം ഗവൺമെന്റ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ 5 കൊല്ലം കഴിഞ്ഞേ പിന്നെ കാര്യങ്ങളൊന്ന് നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ. കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ അവസരം കൊടുക്കില്ല. അവരെ ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ പോയി പഠിക്കാതിരിക്കുമോ? അതായത് വല്ല പാരലൽ കോളേജിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കുമോ? പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക്, മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ യാതൊരു അവസരം കിട്ടുന്നില്ല എന്ന് പത്രക്കാർക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരും അത് ഡിസ്പ്യൂട്ട് ചെയ്യൂലല്ലോ. ഞാൻ പറയുന്നതല്ലല്ലോ, നിങ്ങൾ ആരും ഡിസ്പ്യൂട്ട് ചെയ്യൂല. ഈ അധിക ബാച്ചുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഓപ്പണായി പറയുന്നുണ്ട്. അധിക ബാച്ച് അനുവദിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയോ? അത് വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ? ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം. ആ മാർഗത്തിൽ തിരിച്ചെന്ന് ഈ താതകലി ശാബ്ദങ്ങളും പറഞ്ഞല്ലോ. വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു നിസ്സംഗ ഭാവത്തെ കാണുന്നത്. തീർച്ചയായിട്ടും അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കും. നേരത്തെ വാർത്തകളോടും മന്ത്രി പ്രതികരിച്ചത് മലപ്പുറം വികാരം വിളക്കേണ്ടതാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും വിഷയം വരുമ്പോൾ മന്ത്രിയുടെ പ്രതികരണം അധിക ബാച്ച് അനുവദിക്കില്ല, രാഷ്ട്രീയമായ പ്രേരിതമാണെന്ന്. നിങ്ങൾ ഈ വിഷയത്തിന്റെ ഒരു മെറിറ്റിൽ നിൽക്കുക. ആവശ്യമില്ലാത്ത ആംഗിളിലേക്ക് ഇത് കൊണ്ടുപോകണ്ട. ഞങ്ങളായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ വളരെ ഗൗരവമായിട്ട് ഉള്ളൊരു വിഷയമാണ്. അതിൽ ഗവൺമെന്റ് താഴോട്ടിറങ്ങണം, അധിക ബാച്ചുകൾ അനുവദിക്കണം. ഇല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. പിന്നെ പ്രതിപക്ഷത്തിന് കഴിയ പ്രക്ഷോഭം നടത്താനല്ലേ. എല്ലാവരും ഇറങ്ങും, ഒരു കൂട്ടരായിരിക്കൂല. കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. ഈ സമരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമായിരിക്കൂല, എല്ലാവരും ഉണ്ടാവും. ഇതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഈ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരായി പ്രക്ഷോഭവുമായി രംഗത്ത് വരും.